എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു നോർമൽ ബ്ലൗസിൻ്റെ, അതായത് ലൈനിങ് ഇല്ലാത്ത ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. ഇതിൽ 1 മീറ്റർ തുണിയാണ്. ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ആദ്യം ഇതിൻ്റെ ബാക്ക് കട്ട് ചെയ്യാം. ഇവിടെ ഒരു സ്ട്രൈറ്റ് ആയിട്ട് ഒരു വരയിടാം. അപ്പോൾ ഇത് 40 ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട്. അപ്പോൾ 40 ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് വരുമ്പോൾ നമുക്ക് ആ 40 ഇഞ്ച് തന്നെ ഇട്ടിട്ട് കട്ട് ചെയ്താൽ പോരാ, അല്പം ലൂസ് കൂട്ടിയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ അത് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇറക്കം 14 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് തയ്യെത്തുമ്പോൾ കൂടെ ചേർത്തിട്ട് 15 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ ഷോൾഡർ 6 ഇഞ്ചാണ്, അതായത് 13 ഇഞ്ച്, അതിൻ്റെ പാതി 6.5. ഇതിങ്ങനെ വരയ്ക്കുക. ആം ഹോള് 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് ബോഡിയിൽ നിന്ന് എടുത്തത് 40 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 10 ഇഞ്ച്, ഒരു 1/2 ഇഞ്ച് ലൂസിനും കൂടെ ഇടുക. 1/2 ഇഞ്ച് ഇട്ടാൽ മതി, അപ്പോഴാണ് നല്ല ഫിറ്റിങ് കിട്ടുള്ളൂ. പിന്നെ ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ് ഇടുക. ഇനി തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൂടുതൽ ഇടാം, 2 ഇഞ്ച് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഇതിൻ്റെ ബോട്ടം, അതായത് വേസ്റ്റ് വന്നിട്ട് 34 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 8 ഇഞ്ച്, 1 ഇഞ്ച് ഇവിടെ ബാക്കിൽ ടക്കിന് കൊടുക്കാം. പിന്നെ 1.5 ഇഞ്ച് തയ്യത്തുമ്പ് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ വരച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. ഇതേപോലെ വരച്ചെടുക്കുക. അതിനുശേഷം ആം ഹോൾ വരയ്ക്കാം. ആം ഹോൾ നമുക്ക് 8 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിവിടെ ഒരു 1/2 ഇഞ്ച് താഴേന്ന് ഇവിടെ തയ്യത്തുമ്പ് വിട്ടിട്ട് അളന്ന് നോക്കാം. ഇത് 8 ഇഞ്ച് ഒരു പോയിൻറ്റും വരുന്നുണ്ട്. ഒരു പോയിൻ്റ് കൂടുതൽ വന്നാൽ കുഴപ്പമൊന്നുമില്ല. ഈ നെക്കിൻ്റെ ഇറക്കം 8 ഇഞ്ചാണ്. ഇവിടെ ആ 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ സ്ക്വയർ വരച്ചിട്ട് നെക്കിൻ്റെ റൗണ്ട് വരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് ടെക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. ഇതിങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ മാർക്ക് ചെയ്യാം. ടക്കിൻ്റെ ഹൈറ്റ് 4.5 ഇഞ്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ 1/2 ഇഞ്ച് വീതിയിൽ വരച്ചെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു അടയാളം ഇടാം. ഇനി ഇതിങ്ങനെ തിരിച്ചിടുക. അതിനുശേഷം ഈ പീസ് നമുക്ക് ക്രോസ് പട്ടിക്ക് എടുക്കാം. അപ്പോൾ അത് നമുക്ക് എത്ര നീളം വേണ്ടത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. വേസ്റ്റ് വന്നിട്ട് 34 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 8.5, 8.5 ഒരു 2 ഇഞ്ച് കൂട്ടിയിട്ട് ഒരു 10.5 ഇഞ്ച് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് തയ്യത്തുമ്പോൾ ഫ്രണ്ട് പട്ടിക്കുള്ള ലെങ്ത് കിട്ടും. ഇനി ഇവിടെ നിന്ന് ഫ്രണ്ട് കട്ട് ചെയ്യാം. ഇവിടെ ഇതേപോലെ കര ഒഴിവാക്കുക. അതിനുശേഷം ഒരു 4 ഇഞ്ച് ഫ്രണ്ട് പട്ടിക്ക് വേണ്ടിയിട്ട് വിടുക. എന്നിട്ട് ഇതേപോലെ ഒപ്പം വയ്ക്കുക. എന്നിട്ട് ഈ ഫ്രണ്ടും ആം ഹോളും ഒന്ന് വരച്ചെടുക്കുക. ഫ്രണ്ടിനൊക്കെ കുറച്ച് വരയ്ക്കുക. ഇതേപോലെ ആം ഹോൾ വരയ്ക്കുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇടുക.
എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചാണ്, അത് ഇതേപോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ഫ്രണ്ട് നെക്ക് വരയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ ഷോൾഡർ ടു ബസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്യാം. അതൊരു 11 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇങ്ങോട്ട് വന്നിട്ട് 4.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇത് നേരെ താഴേക്ക് വരയ്ക്കുക. അതുപോലെ ഫ്രണ്ട് ലെങ്ത്ത് ഇതിൻ്റെ 13.5 ഇഞ്ചാണ്. 13.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഇടുക. അതിനുശേഷം ഇവിടെ നിന്ന് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് മേലേക്ക് ഇവിടെ ഈ ടക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് സ്ക്വയർ ആക്കുക. ഇതുപോലെ ഈ ടക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ 1.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഈ ടക്ക് ഇവിടെ 2 ഇഞ്ചിൽ മാർക്ക് ചെയ്താൽ മതി. ഇത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് മാർക്ക് ചെയ്യാം. ഇത് 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. അതിനുശേഷം ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ ടക്കിൻ്റെ വീതി 1.5 ഇഞ്ച് കൊടുക്കാം. ഇവിടെ അതേപോലെ 1.5 ഇഞ്ച്. ഇതുപോലെ വരയ്ക്കുക. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇതേപോലെ വരയ്ക്കാം. ഇവിടെ ഇതേപോലെ ഒരല്പം ഷേപ്പ് കൊടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇവിടെ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇവിടെ ഒരു അടയാളം ഇടാം. ഇനി ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ അതിങ്ങനെ 4ആക്കി മടക്കിയെടുക്കുക. ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി എടുക്കുക. അതിനുശേഷം 7 ഇഞ്ചാണ് ഇതിൻ്റെ സ്ലീവ്. അപ്പോൾ 1/2 ഇഞ്ച് തയ്യത്തും കൂടെ ചേർത്തിട്ട് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതുപോലെ ഒരു 1.25 ഇഞ്ച് മൗത്ത് ഹെമ്മിങ്ങിന് വേണ്ടിയിട്ട് വിടാം. ഇവിടെ കുഴിച്ച് കട്ട് ചെയ്യുന്നത് 3.5 ഇഞ്ചാണ്. അതുപോലെ ആം ഹോള് 8.5 ഇഞ്ചാണ്. ഇവിടെ തയ്യത്തുമ്പ് കൂടുതൽ വേണമെങ്കിൽ ജോയിൻ്റ് ചെയ്യണം. അതുപോലെ സ്ലീവ് റൗണ്ട് 6 ഇഞ്ചാണ്. അതൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ അല്പം ഇതേപോലെ ക്രോസ് വരയ്ക്കുക. ഇവിടെ ഒന്ന് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക 1.25 ഇഞ്ച്. എന്നിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ അംഹോൾ വരയ്ക്കുക. അതിനുശേഷം ഇവിടെ ഒരു 1/2 ഇഞ്ച് മേലെ കയറ്റി മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് അംഹോൾ വരച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലീവ്. ഇനി ഇത് കട്ട് ചെയ്യാം. ഇവിടെ ഒരു അടയാളം ഇടുക. അതുപോലെ ഇവിടെ ഒരു അടയാളം ഇടുക. പിന്നെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട്
ഇതുപോലെ നിവർത്തി വയ്ക്കുക. എന്നിട്ട് ഈ കുഴിച്ച് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ക്രോസ് പട്ടി കട്ട് ചെയ്യാം. തുണി ഉണ്ടെങ്കിൽ ഇതേപോലെ കര ഒഴിവാക്കി എടുക്കാം. ക്രോസ് പട്ടിയുടെ നീളം വന്നിട്ട് 8 ഇഞ്ചാണ്. അതായത് വേസ്റ്റിൻ്റെ 4/1. വേസ്റ്റ് വന്നിട്ട് 34 ഇഞ്ചാണ്. അങ്ങനെ 8 ഇഞ്ച്. ഇനി ഇവിടെ ഒന്ന് അളന്ന് നോക്കുക. ഈ ബാക്ക് ഇതിൽ വന്നിട്ട് 9 ഇഞ്ച് ആകെ വരുന്നുണ്ട്. അതേപോലെ ഫ്രണ്ട് ഒന്ന് അളന്ന് നോക്കുക. ഇതിൽ 6 ഇഞ്ച് വരുന്നുണ്ട്. ഈ 9.5 നിന്ന് അപ്പോൾ ഈ 9.5 നിന്ന് 6 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 3 ഇഞ്ച് കിട്ടും. ഈ 3 ഇഞ്ച് കൂടെ 1 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് ഇവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതേ 4 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇതുവരേക്കുള്ള അകലം അളക്കുക. അപ്പോൾ 3 ഇഞ്ച് വരുന്നുണ്ട്. ഈ 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. അതായത് ഇവിടെ 4 ഇഞ്ച്, ഇവിടേക്ക് 3.5 ഇഞ്ച്. അതിനുശേഷം ഇതുപോലെ ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു 2 പീസ് കൂടെ വേണം. ഒരു സൈഡിലേക്ക് 2 പീസ് വേണം. അങ്ങനെ 4 പീസും കൂടെ വേണം എക്സ്ട്രാ. അപ്പോൾ അതിന് ഈ പീസിൽ നിന്ന് കിട്ടുമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ എടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഫ്രണ്ട് പട്ടി അടിക്കാൻ വേണം, അതേപോലെ നെക്ക് തയ്ക്കാനെല്ലാം വേണം. അപ്പോൾ അത് എടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എടുക്കുക. അല്ലെങ്കിൽ പിന്നെ വേറെ തുണി വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.